നമസ്കാരം. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ LDF ഒരു മുൻതൂക്കമുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയും. തീർച്ചയായിട്ടും അവകാശവാദമല്ല. ആ വാർഡ് ഉണ്ടായതിനു ശേഷം ഏതാണ്ട് 20 വർഷത്തോളമായി. ആദ്യം GS രാജേന്ദ്രനായിരുന്നു, അതിനുശേഷം മഞ്ജു ആയിരുന്നു, അതിനുശേഷം മക്കുമ്പറാണ്, അതിനുശേഷം ഇപ്പോ ശ്രീജോമ്പറാണ് ഇപ്പോൾ രാജിവെച്ചത്. അവർക്ക് എംപ്ലോയ്മെന്റ് വഴി ആരോഗ്യവകുപ്പിൽ ജോലി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കേണ്ടി വന്നത്. ഈ 4 തെരഞ്ഞെടുപ്പിലും ഇപ്പോ 5ാമത്തെ ബൈ ഇലക്ഷൻ കൂടെ ആകുമ്പോൾ 5ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ 4 തെരഞ്ഞെടുപ്പിലും അവിടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ അത് പൂങ്കോട് വാർഡ് എന്ന് പറയുന്നത് ആ ഒരു ഇടതുപക്ഷ മുന്നണിക്ക് അടുത്തുള്ള ഒരു വാർഡാണ്. ആ ചരിത്രം ഇപ്പോഴും ആവർത്തിക്കും എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ആ വാർഡ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് ഗ്രീഷ്മ ചൂടൻ ജയിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആദ്യത്തെ ഒരു റൗണ്ട് വർക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നതാണ് ബോധ്യമായിട്ടുള്ളത്. അതിൻ്റെതായ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായ അച്ചടക്കത്തോടെയുള്ള വളരെ ഐക്യത്തോടുള്ള പ്രവർത്തനങ്ങളാണ് ആ പൂങ്കോട് വാർഡ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണികൾ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത്. UDF ഉയർത്തുന്ന ഒരു ആരോപണം, UDF രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുന്നു, LDF വ്യക്തിഹത്യ നടത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ ആരോപണത്തെ എങ്ങനെ കാണും? LDF ഒരു വ്യക്തിഹത്യ നടത്തുന്നില്ല. UDF അവിടെ രാഷ്ട്രീയം പറഞ്ഞല്ല അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി ചെയ്യുന്നത് അവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ചടയമംഗലം പഞ്ചായത്തിൽ എന്റെ വിശ്വാസം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്നിട്ടുള്ള ഒരു വാർഡാണ് പൂങ്കോട് വാർഡ്. അത് പഞ്ചായത്തിന്റെ ഫണ്ടായാലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ നിരവധി വർക്കുകളാണ് ആ വാർഡിൽ ഇപ്പൊ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ഒരു നമ്മുടെ ദേശീയ ഉത്സവമായ ചടയമംഗലത്തിന്റെ ദേശീയ ഉത്സവമായ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞേപ്പ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു റോഡ് ദീർഘകാലത്തെ ഒരു ആവശ്യമാണ്. അത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ സൈഡിൽ എപ്പോഴും ഈ നല്ല മഴ പെയ്യുമ്പോഴത്തേന് ആ സൈഡെല്ലാം ഇടിഞ്ഞു പോയി. എല്ലാ വർഷവും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് മണ്ണിട്ട് അത് തഞ്ഞേരമൊക്കെ എടുക്കാറുണ്ട്. ഞങ്ങളങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ LDF എന്ന നിലയിലാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ ഇപ്പൊ അതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അത് ടെൻഡറായി, അത് ബോസ് എന്ന് പറഞ്ഞ ആളാണ് ടെൻഡർ എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ വർക്ക് ആരംഭിക്കാത്തത്. ഈ 11-ാം തീയതി കഴിഞ്ഞതിന് ശേഷം മകരവിളക്കിന് മുമ്പ് തന്നെ അത് പൂർത്തിയാക്കണം എന്ന തരത്തിലാണ് ആലോചിച്ചിട്ടുള്ളത്. നിലവിലെ റോഡ് കോൺക്രീറ്റും അതോടൊപ്പം തന്നെ സൈഡിൽ ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ള വളരെ മനോഹരമായ രീതിയിലാണ് റോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പൂർത്തിയാകുമ്പോൾ കുഞ്ഞാപ്പ ക്ഷേത്രം റോഡ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അതോടൊപ്പം ഇത് മാത്രമല്ല, ഏതാണ്ട് 1,90 ലക്ഷത്തോളം രൂപയുടെ വികസന പ്രവർത്തനം റോഡിന്റെയും മറ്റ് വികസന പ്രവർത്തനമാണ് വാർഡ് നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടുകാരെ സമീപിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സാക്ഷി TV ഉൾപ്പെടെ പല UDFന്റെ നേതാക്കന്മാരും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വികസനം ഒന്നും നടന്നില്ല എന്ന് അവരാരും പറയുന്നില്ല. എന്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള നസീം അമ്പലത്തിൽ ഈയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഇപ്പോൾ എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ആ വികസനം അദ്ദേഹം ന്യായീകരിച്ചൊരു വിഷയമുണ്ട്. ആ വികസനം ഉണ്ടാവാൻ കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനകത്ത് അല്ലെങ്കിൽ CPIക്കൊക്കെ ഉണ്ടായിരുന്ന ചില വിഷയങ്ങളുടെ ഫലമായി ശ്രീജ മെമ്പർക്ക് അവിടെ ഒരുപാട് ഫണ്ട് MLAയും മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി ചിഞ്ചുറാണി കൊടുത്തതിന്റെ ഫലമായിട്ടാണ് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഉണ്ടായതെന്നാണ് ഒരു വിചിത്രമായ വാദമാണ്
അദ്ദേഹം അവിടെ നടത്തിയത്. അപ്പൊ അദ്ദേഹം സമ്മതിക്കുന്നു ആ വാർഡിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടെന്നുള്ളത്. നിങ്ങൾ ഈ ചാനൽ ഈ ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള പലരോടും നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്, ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് ഒരാൾ പോലും പറയുന്നില്ല ആ വാർഡിൽ ഒരു വികസനം നടന്നില്ല എന്നുള്ളത്. അതാണ് ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ്. ആ പ്ലസ് പോയിന്റ് തന്നെയാണ് ഞങ്ങൾ അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞങ്ങളുടെ ആത്മവിശ്വാസത്തോടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണമാണ് മുന്നണികൾ തമ്മിലുള്ള രഹസ്യ അന്തർധാര. ഇത് പരസ്യമായി UDF നേതാക്കൾ പറയുന്നു, BJPയും LDFും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ ഫലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ അത്തരം ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണത്തെ എങ്ങനെ കാണുന്നു? ഈ ആരോപണത്തെ അതിനകത്ത് യാതൊരുവിധ സത്യമില്ലാത്ത ആരോപണങ്ങളാണ് ഈ UDF ഉന്നയിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കലും LDFും BJPയുമായി ഒരു തെരഞ്ഞെടുപ്പിലും ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയുള്ള മുന്നണി പ്രവർത്തനമല്ല LDFിനുള്ളത്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും പല പഞ്ചായത്തുകളിലും ഈ BJPയും കോൺഗ്രസുമായിട്ടാണ് ഒരു ധാരണ ഉണ്ടാക്കാറുള്ളത്, രഹസ്യമായി. ആ ധാരണ ഇവിടെയും ചെറിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നാണ് അവസാനം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ UDFന്റെ ആ ആരോപണത്തിനകത്ത് LDFുമായി ബന്ധപ്പെട്ട് BJP അതൊരു അന്തർധാര ഉണ്ടാക്കുമെന്ന് പറയുന്നതിനകത്ത് ഒരുവിധ സത്യമില്ല, യാതൊരു സത്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരിക്കൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു ശ്രമം ഇതുവരെ നടത്തിയിട്ടുമില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നതുമില്ല. അതാണ് ഏതൊരു യാഥാർത്ഥ്യം. അതാണ് പൂങ്കോട് വാർഡിലെ വികസന പ്രവർത്തനം. ആ വികസന പ്രവർത്തനങ്ങളും എല്ലാ മേഖലകളിലും എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പൊതു വിമർശനമുണ്ട്. ആ വിമർശനത്തെ എങ്ങനെയാണ്? ഈ ചില മേഖലകളിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഈ സാക്ഷി ടിവിയിൽ വന്ന ഈ വോട്ട് ചെയ്യുന്നവരുടെ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന ഞാൻ കാണുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് വാലൂന്ന് മേഖലയിലാണെന്ന് തോന്നുന്നു അങ്ങനെ ആ മേഖലയിൽ വികസനം എത്തിയില്ലാത്തൊരു പരാമർശം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാമല്ലോ, ആ വാലൂന്ന് മേഖലയില് ഇപ്പോൾ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപയ്ക്ക് ആ റോഡ് നല്ല രീതിയിൽ ടാറിങ് ചെയ്തു. അതിനകത്തൊരു കുറച്ചൊരു പ്രശ്നമുണ്ടായി. എന്താ വെച്ചാൽ ഈ വർക്ക് ടെൻഡർ ആയിട്ട് ഇപ്പൊ 6 മാസത്തിൽ കൂടുതലായി. ഇട്ടിയ പഞ്ചായത്തിലുള്ള ഒരു കോൺട്രാക്ടാണ് ആ വർക്ക് എടുത്തു ടെൻഡർ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ അയാൾ സമയത്ത് ആ പണി ചെയ്തില്ല. ഒരുപാട് വിഷയങ്ങളായി അവിടെ. കുറെ സാധനങ്ങളാണ് അവിടെ സപ്ലൈ ചെയ്തു, എന്നിട്ടും പണി ചെയ്യാൻ വന്നില്ല. അത് ഞങ്ങൾ LDFന്റെ നേതൃത്വം ഉൾപ്പെടെ അവിടെ അയാളുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ആ വർക്ക് ചെയ്യണം എന്നാവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ വർക്ക് നന്നായി അത് ചെയ്തു, അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ഈ വികസനം എത്താത്തതെന്ന് ഞാൻ ആ വാർഡിന് എല്ലാ ഭാഗത്തും പോയ ഒരാളാണ്. അവിടെ കുടിവെള്ള പദ്ധതി എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു നാട്ടിൽ ഒരാൾക്കും പരാതിയില്ല. റോഡിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള വാർഡാണത്. ഇനിയും ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപയുടെ പ്രൊപ്പോസൽ കൊടുത്തിട്ടിരിക്കുകയാണ് ആ വാർഡിൽ. അതുകൂടി ഈ വർഷം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു പഞ്ചായത്ത് മെമ്പർക്കും പൂർണ്ണമായി ഒരു വാർഡും നമുക്ക് വികസിപ്പിക്കാനൊന്നും കഴിയത്തില്ല, ഏത് വാർഡായാലും. എന്നാലും മറ്റ് വാർഡുകളെ അപേക്ഷിച്ചു ഈ പൂങ്കോട് വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. എല്ലാ ആളുകൾക്കും അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതുമില്ല. അതാണ് അല്ലാതെ ഏതെങ്കിലും പ്രദേശത്തെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ വികസന പ്രവർത്തനം നടന്നിട്ടുള്ള വാർഡല്ലത്. എല്ലാ മേഖലകളിലെയും ഒന്നുപോലെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ഒന്നിച്ച് ഒരു വാർഡിലും നമുക്ക് വികസന പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല. ക്രമേണ ഓരോ വർഷങ്ങളായി കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതിനെയും പൂർത്തിയാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് തീർച്ചയായും വരുന്ന വർഷങ്ങളിൽ അത് പൂർത്തിയാക്കാൻ ഇടതുപക്ഷ മുന്നണിക്കും ജയിച്ചു വരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗ്രീഷ്മ ചൗധരിയും കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഈ ഘട്ടത്തിൽ സാക്ഷി ടിവിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായ
ഇടതുമുന്നണിയുടെ വാർഡ് ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബാബുരാജിന് സാക്ഷി ടിവിയുടെ എല്ലാവിധ ആശംസകളും അതോടൊപ്പം ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കും ആശംസകൾ നേരുന്നു.